പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചു പോരുന്ന സമീപനങ്ങൾ തുടർച്ചയായിട്ട് ഇതിനെ കാണാൻ പറ്റൂ. കാരണം അദ്ദേഹം എല്ലായ്പ്പോഴും കാണുന്നത്, ഇപ്പോൾ നോക്കൂ, അദ്ദേഹം നവകേരള സദസ്സ് എന്ന പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിന് പ്രതിഷേധവുമായിട്ട് വന്ന ആൾക്കാരെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടാണ്. ഡിവൈഎഫ്ഐക്കാർ കൈകാര്യം ചെയ്യുന്ന ഒരു കണ്ടു, അതിന് അദ്ദേഹം വിശേഷിപ്പിച്ചതും കണ്ടു. ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗാർഡുകൾ ഇറങ്ങി വന്നിട്ട് ആളുകളെ വടിയെടുത്ത് മാരകമായി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അതിനെ മാതൃകാ പ്രവർത്തനം, ജീവൻ രക്ഷാ ദൗത്യം എന്നൊക്കെ വിളിച്ച് പിന്തുണച്ച ആളാണ് അദ്ദേഹം. കാരണം അടികൊണ്ട ആളുകൾ ആരാണ്? യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു. ഇവിടെയും സുജിത്ത് എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്, അയാൾക്കാണ് തല്ലുകൊണ്ടത്. അങ്ങനെ ഒരാളെ തല്ലിയ കേസിനകത്ത് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് മടിയായതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം സംസാരിക്കാത്തത് എന്ന് ന്യായമായി നാം സംശയിക്കണം. ഇതിനകത്തും അദ്ദേഹം സില്ലിയായിട്ടുള്ള പൊളിറ്റിക്സ് കാണുകയാണോ? അതായത് തേർഡ് റേറ്റ് പൊളിറ്റിക്സ് കാണുന്നതാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ മടിയുള്ളതെന്ന് ക്വസ്റ്റൻ അവിടെ ഉണ്ട്. അല്ലേ അദ്ദേഹം പറയണ്ടേ ഈ പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്, ഈ പോലീസ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് തടയിടാൻ പോകുന്നത്? എല്ലാവരും പറഞ്ഞ ഒരു ന്യായമാണ്, പോലീസ് പണ്ട് മുതലേ അങ്ങനെയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്തും കരുണാകരൻ്റെ കാലത്തും എല്ലാം പോലീസ് ഇങ്ങനെ അട്രോസിറ്റീസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ കാലത്ത് മാത്രമാണെന്ന്. അതുകൊണ്ട് അനാദികാലത്തോളം പോലീസിന് ഇത് ചെയ്യാനുള്ള ഒരു ലൈസൻസ് വെച്ചു കൊടുക്കണം നമ്മൾ. ഒരു വർഷം മുന്നോട്ട് പോകുമ്പോൾ അത്രയും പുരോഗമിക്കേണ്ടേ സംവിധാനം, മനുഷ്യൻ. ഒരു ദിവസം മുന്നോട്ട് പോകുമ്പോൾ അത്രയും പുരോഗമിക്കണം. ഒരു വർഷം പോകുമ്പോൾ, ഒരു പതിറ്റാണ്ട് പോകുമ്പോൾ അത്രയും പുരോഗമിക്കാൻ കഴിയണം. അങ്ങനെ പുരോഗമിക്കുന്നില്ലെങ്കിൽ അതിന് പുതിയ വഴികൾ കണ്ടെത്താൻ നമുക്ക് കഴിയണം. അല്ലാതെ ലോകത്ത് എല്ലായിടത്തുള്ള പ്രശ്നമാണ് ധന്യ. ലോകം മുഴുവൻ പോലീസ് അട്രോസിറ്റീസിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ അവിടെ എല്ലാമുള്ള പ്രശ്നം പോലീസിന് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾ അമേരിക്കയിൽ പോയാലും അവിടെ പോലും കാണുന്നത്, പോലീസിന് കാണുന്നത് പ്രത്യേകമായ ഇമ്മ്യൂണിറ്റീസാണ് അവിടുത്തെ മുഴുവൻ അട്രോസിറ്റീസിൻ്റെയും കാരണമെന്ന് അവിടുത്തെ പഠനങ്ങൾ പറയുന്നു. ഏത് രാജ്യങ്ങളിലേക്ക് പോയാലും അവിടെയൊക്കെ പോലീസിന് അബ്യൂസ് ആൻഡ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ ഏർപ്പാടുകളുണ്ട് എന്നുള്ള വിമർശനം വരുന്നുണ്ട്. കാരണം എന്താണ്? സംരക്ഷിക്കപ്പെടുന്നുവെന്ന ബോധ്യമാണ് പോലീസിന് ഇതൊക്കെ ചെയ്യാനുള്ള പ്രേരിപ്പിക്കുന്ന ഘടകം. ആ പൗരൻ്റെ റൈറ്റ്സ് ആണ് പ്രധാനമെന്ന് പോലീസിനെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പോലീസ് അതിൻ്റെ കൊളോണിയൽ സ്വഭാവം നിരന്തരമായി എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അങ്ങനെ പോലീസിനെ ശരിയാവണ്ണം നവീകരിക്കണം, ആളുകളുടെ അന്തസ്സിനെ സംരക്ഷിക്കണമെന്നൊരു പ്ലാനും പദ്ധതിയും ഒന്നും ഇല്ല. എന്ന് മാത്രമല്ല, പോലീസ് യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെയാണ് തല്ലുന്നതെങ്കിൽ നമ്മൾ അതിനകത്ത് മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ ചീപ്പ് പൊളിറ്റിക്കൽ ഒരു ലൈൻ എടുക്കുന്നതിൻ്റെ പ്രശ്നവും ഇതിനകത്തുണ്ടെന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടതാണ്. പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങൾക്കകത്ത് CPM പോലും എന്തുമാത്രം നിസ്സഹായമാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. സമ്മേളനത്തിനകത്ത് പോലും വിമർശിക്കാൻ അതിന് പറ്റുന്നില്ല. വിമർശിച്ചാൽ ജില്ലാ സമ്മേളനങ്ങളിൽ മുഴുവൻ പിണറായി വിജയൻ നേരിട്ട് വന്നിരുന്ന സാക്ഷ്യം വഹിക്കായിരുന്നു. കാരണം അവിടെ ആർക്കും അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനെതിരെ മിണ്ടാൻ പറ്റിയില്ല. പക്ഷേ ജനം ഇതൊന്നും മറന്നുപോയില്ല എന്ന് ഓർക്കണം. ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. അതായത് ഈ നവകേരള സദസ്സ് നടത്തിയപ്പോൾ ആ സദസ്സിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ഗാർഡ്സ് ഇറങ്ങി വന്നിട്ട് ആൾക്കാരെ തല്ലുന്ന ദൃശ്യം മലയാളി കണ്ടതാണ്. അതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രിക്ക് ജനം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കൊടുത്ത മറുപടി എന്താണ് എന്ന് നാം കണ്ടാണ്. അതുകൊണ്ട് ജനം ഇത് മറന്നുപോവില്ല. മറ്റേത് രാഷ്ട്രീയ വിവാദങ്ങൾ മറന്നാലും ഈ കാലാകാലങ്ങളിൽ ഓരോ സർക്കാരിനെയും വീഴ്ത്തിയിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട പങ്ക് വെച്ചിട്ടുള്ളത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടുള്ള വിവാദങ്ങളാണ്. പോലീസ് കയറി ഇറങ്ങി മോശമായി പെരുമാറുന്നത് ജനം മറക്കില്ല. കാരണം ജനത്തിന് നേരിട്ട് അനുഭൂതിയാണ്. ലോകത്ത് എല്ലായിടത്തും പോലീസ് എന്ന് വെച്ചാൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുത്തിക്കുന്ന ഒരു വകുപ്പാണല്ലോ. ആ വകുപ്പ് പിഴച്ചാൽ സർവത്ര സർക്കാരിന് അതൊരു ഖ്യാതി നഷ്ടം ഉണ്ടാകുമെന്ന്. സോ അത് ഈ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പിണറായി വിജയൻ സർക്കാരിനുണ്ടാക്കാമെന്ന് പരിക്ക് വലുതാണ്. അത് ഇവരെന്ത് ചെയ്യാൻ പോകുന്നു നോക്ക്. ഇപ്പോൾ ടോൾ ഫ്രീ ആൾക്കാർക്ക് വിളിക്കാൻ കോൾ സെൻറ്റർ ഏർപ്പെടുത്താൻ പോവുകയാണ് അത്ര വേഗത്തിൽ പ്രശ്നപരിഹാരങ്ങൾക്ക് CMൻ്റെ ഓഫീസിൽ. ഈ കേസുകൾ മുഴുവൻ എടുത്തു നോക്കി. ഈ കേസുകളിൽ മുഴുവൻ ആൾക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയവരാണ്. ഈ അടി കൊണ്ടുവന്നും എൻ്റെ പരാതി പരിഗണിച്ചില്ല എന്നും FIR ലെറ്ററും ശിക്ഷിക്കപ്പെട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി പറഞ്ഞവർ, അവിടെ എഴുതി കൊടുത്തവർ, അവിടെ 8, 10, 19 മാസം വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതി മുഴുവൻ കെട്ടിക്കിടന്നു. എന്നിട്ട് മുഖ്യമന്ത്രി ഇനി കോൾ സെൻറ്റർ ഉണ്ടാക്കും. എന്തിനാണ്? അപ്പോൾ ഇത് ഭരണം എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് നിരന്തരം ഡെയിലി അനുഭവവേദ്യമാകുന്ന ഒരു വകുപ്പിനെ നവീകരിക്കുന്നതിൽ കൊണ്ടു നടക്കുന്നതിനുണ്ടായിട്ടുള്ള വലിയ പരാജയം എന്ന് മാത്രമല്ല, പിഴവുകൾ ഉണ്ടാകുമ്പോൾ അംഗീകരിക്കാനുള്ള മടി. അംഗീകരിക്കാന്ന് വെച്ചാൽ പോട്ടെ, ഇനിയും സുജിത്തിനെ മാത്രമല്ല DYFIക്കാരെയും ഈ പോലീസ് തല്ലിയിട്ടുണ്ട് എന്ന കാര്യം ആലോചിക്കണ്ടേ? അതെങ്കിലും പരിഗണിക്കണ്ടേ? ആരാണ് ഈ സർക്കാരിനെ ഉണ്ടാക്കിയത്? താഴെത്തട്ടിൽ കൊടി പിടിച്ച് നടന്ന DYFIക്കാരും പാർട്ടിക്കാരുമല്ലേ? അവരെയും കൂടി തല്ലുന്ന പോലീസിനെ എന്താണ് നിങ്ങൾക്ക് നിയന്ത്രിക്കാനുള്ള മടി എന്താണ്? അല്ലെങ്കിൽ ആ പോലീസിന് തെറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു വാക്ക് പറയാനുള്ള മടി എന്താണ്? ഇപ്പോഴും അവരുടെ മനോവീര്യത്തെക്കുറിച്ച് മാത്രം ഊറ്റം കൊടുക്കുന്നതിൻ്റെ യുക്തി എന്താണ്? അപ്പോൾ ഇത് ഞാൻ ഫൈനലി ഇത് മലയാളി പൗരനോടുള്ള ഒരു തരം ഇൻസൾട്ടാണ്. നിങ്ങളെ ഞങ്ങളുടെ പോലീസ് അടിക്കും, നിങ്ങൾ അടി കൊണ്ട് നിലവിളിക്കും. എന്താണ് സംഭവം ചോദിക്കുമ്പോൾ ഞാൻ വിശദീകരിക്കാൻ വരികയുമില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ഒരു ധാർഷ്ട്യം നിറഞ്ഞ നിലപാടാണ്. അത് തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറയാൻ തിരുത്താൻ കഴിയുന്ന ഏതെങ്കിലും ഫോഴ്സസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറയാം.